change the order of integration. Hence, evaluate integral 0 to 4 integral x square by 4 to 2 root x dy dx എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എക്സ് ചേഞ്ച് ചെയ്യുന്നത് എവിടെ നിന്നോട്ടാണ്? 0 to 4 ആണ്, കാരണം ഇവിടെ അല്ല എക്സ്, അതായത് പുറമത്തെ ഇന്റഗ്രേഷൻ ആണ് എക്സിന്റെ വാല്യൂ. y ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ നിന്നോട്ട് എവിടം വരെയാണ്? എക്സ് സ്ക്വയർ ബൈ 4 തൊട്ടിട്ട് 2 റൂട്ട് എക്സ് വരെയാണ് എന്ത് y ചേഞ്ച് ചെയ്യണത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 ആണ് വരുന്നത് അല്ലേ? അതായത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 4y എന്ന് എഴുതാം. പോലെ y ഇസ് ഈക്വൽ ടു 2 റൂട്ട് എക്സ് എന്നാണ് വരുന്നത് അല്ലെ? അപ്പൊ y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 4x എന്ന് എഴുതാം. ഇത് രണ്ടും പരാബോളയുടെ ഇക്വേഷൻസ് അല്ലേ? ഒറിജിനിൽ ടച്ച് ചെയ്യൂട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ വരുന്നത് ഇത് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x ഇത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y. ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു റീജിയൻ ആയിരിക്കും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് കൂട്ടുമുട്ടുന്ന പോയിന്റ് വേണ്ടേ? അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നിന്ന് y കണ്ടുപിടിക്കുക. y ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എക്സ് സ്ക്വയർ ബൈ 4 എന്ന് എഴുതിക്കൂടെ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y എന്ന് അത് ഇവിടെ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ ബൈ 4 ഓൾ സ്ക്വയർ ഈക്വൽ ടു 4x ആണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എക്സ് റേസ് ടു 4/60 ഈക്വൽ ടു 4x ആണ്. അപ്പൊ നമുക്ക് എക്സ് റേസ് ടു 4/x ഈക്വൽ ടു എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക 4 into 60 എന്ന് കിട്ടും. അപ്പൊ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 64 എന്ന് കിട്ടി. അതായത് എക്സിന്റെ വാല്യൂ എന്താണ്? 4 ആണ്. ഇനി വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? y എന്തായിരുന്നു? എക്സ് സ്ക്വയർ ബൈ 4 എക്സ് സ്ക്വയർ ബൈ 4 ദാറ്റ് ഈസ് 16/4 ഇസ് ഈക്വൽ ടു 4 ആണ്. അപ്പൊ ഈ ഇന്റർസെക്ട് ചെയ്ത ഈ ഒരു പോയിന്റില് അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 4,4 ആണ്. ഓക്കെ, നമുക്കിപ്പോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? ഒന്ന് ഇത് 0 തൊട്ടിട്ട് 4 വരെയാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ y ചേഞ്ച് ചെയ്യണത് ഇങ്ങനെയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ രണ്ട് ഗ്രാഫും വെച്ചിട്ട് വൈയുടെ ചേഞ്ച് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് എന്ത് ചെയ്യണം? തിരിച്ചെടുക്കണം. അതായത് ഇവിടെ വൈയുടെ ചേഞ്ച് എന്താണ്? 0 to 4 ആണ്. y ചേഞ്ച് ചെയ്യണത് 0 to 4 ആണ്. ഇനി എക്സ് ചേഞ്ച് ചെയ്യണത് എങ്ങനെയാണെന്നാണ് നമുക്ക് ഇതിൽ നോക്കേണ്ടത്. എക്സ് ചേഞ്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ എക്സിന്റെ ഭാഗത്ത് നിന്ന് വരച്ചു നോക്കുക. ഓക്കെ, എക്സ് ഇങ്ങനെയല്ല ചേഞ്ച് ചെയ്യണത്. അപ്പൊ ആദ്യത്തേത് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു എന്താണ്? y സ്ക്വയർ ബൈ 4 എന്നാണ് വരിക അല്ലെ? ഇനി രണ്ടാമത്തെ ഇക്വേഷൻ അതിലെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y ആണ്. അപ്പൊ അതിൽ എക്സ് ഈക്വൽ ടു എന്താണ്? റൂട്ട് എടുക്കുക. 4ന്റെ റൂട്ട് 2, അപ്പൊ 2 റൂട്ട് y. അപ്പൊ എക്സ് ചേഞ്ച് ചെയ്യണത് y സ്ക്വയർ ബൈ 4 ടു 2 റൂട്ട് y ആണ് വരുന്നത്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യല്ലേ വേണ്ടോ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 4 ഇന്റഗ്രൽ y സ്ക്വയർ ബൈ 4 ടു 2 റൂട്ട് y dx dy എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 4 എക്സ് dx-നെ ഇന്റഗ്രേറ്റ് ചെയ്ത എക്സ് എന്ന് കിട്ടും. ലിമിറ്റ് y സ്ക്വയർ ബൈ 4 തൊട്ടിട്ട് 2 റൂട്ട് y dy. That is integral 0 to 4 then down 2 root y minus y square by 4 into dy. That is equal to 2 into root y നെ ഇന്റഗ്രേറ്റ് ചെയ്ത എന്താ വരിക? റൂട്ട് y എന്ന് വെച്ച് കഴിഞ്ഞാൽ y raised to 1/2 ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത y raised to 1/2 plus 1 divided by 1/2 plus 1 minus 1/4 എന്ന് ഇട്ട് കഴിഞ്ഞാൽ y സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. വാല്യൂ
0 to 4. That is equal to 2 into y എന്ന് വെച്ചാൽ 4 അല്ലേ, 4 raised to 3 by 2 divided by 3 by 2 minus 1 by 4 into 4 cube by 3. It is square. Okay, that is equal to 2 into 4 cube എന്ന് വെച്ച് കഴിഞ്ഞാൽ 64. 64ന്റെ root 8 into 2 divided by 3 minus 4 square 16 by 3. That is equal to 16 by 3 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. Find the mass of the lamina with density function x square. അതായത് del of x comma y is equal to x square ആണ്, which is bounded by y equal to x and y equal to x square. അപ്പൊ നമുക്ക് ബൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. y equal to x എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമുക്കറിയാം. ഇനി y equal to x square എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പരാബോള അല്ലേ. ഓക്കെ, y is equal to x square എന്ന് പറഞ്ഞിട്ടുള്ള പരാബോള. ഇതിന്റെ ഇടയിലാണ് നമുക്ക് ഈ ഉള്ള ഈ റീജിയന്റെ ലിമിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് y equal to x ആണ്, y equal to x square ആണ്. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. x equal to x square ആണ്. അതായത് x square minus x equal to 0 എന്ന് എഴുതാം. x ഔട്ട്സൈഡ് എടുത്താൽ x minus 1 equal to 0 എന്ന് എഴുതാം. അപ്പൊ x equal to 0 or x equal to x minus 1 equal to 0 എന്ന് കിട്ടും. അതായത് x equal to 1 വരും അല്ലേ. അപ്പൊ y-യുടെ വാല്യൂ എന്താണ്, y equal to x ആണെന്നറിയാം. അപ്പോ y-യും 1 തന്നെയാണ്. അപ്പൊ ഇവിടെ വരുന്ന പോയിന്റ് 1 1 ആയിരിക്കും. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ചെയ്യാം. അപ്പോ ഞാന് എക്സിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ എക്സ് 0 to 1 വരെയല്ലേ ചേഞ്ച് ആവണത്. ഓക്കെ, y ചേഞ്ച് ആവണതോ ഇങ്ങനെയാണ് y ചേഞ്ച് ചെയ്യണത്. ഓക്കെ, താഴെയുള്ള ലൈൻ ഏതാ, y equal to x square, മുകളിൽ എന്താ y equal to x. അപ്പൊ x സ്ക്വയറിൽ നിന്ന് x വരെയാണ് ചേഞ്ച് ചെയ്യണത്. അപ്പൊ എന്റെ ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ x സ്ക്വയർ ടു x. ഇനി മാസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാറ്, m is equal to എന്താണ്, ഡബിൾ ഇന്റഗ്രൽ ഓഫ് del of xy dy dx ആണ്. ഇവിടെ എന്താണ് x സ്ക്വയർ ഇൻറ്റു dy dx. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 x സ്ക്വയറിനെ അവിടെ നിർത്തുക, കാരണം dy അല്ലേ ഫസ്റ്റത്തെ. അപ്പൊ dy നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y കിട്ടും. അതിന്റെ വാല്യൂ x സ്ക്വയർ തൊട്ടിട്ട് x വരെ dx. That is equal to integral 0 to 1 x square into ഇതെന്താവും x minus x square dx. That is equal to integral 0 to 1 x square ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും x ക്യൂബ് മൈനസ് x raised to 4 dx എന്ന് വരും. ഓക്കെ, x ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്ത x raised to 4 by 4 മൈനസ് x raised to 4 ഇന്റഗ്രേറ്റ് ചെയ്ത x raised to 5 by 5 എന്ന് കിട്ടും. That is 0 to 1 ആണ് വരുന്നത്. 1 അപ്ലൈ ചെയ്ത 1 by 4 minus 1 by 5 എന്ന് കിട്ടും. That is 1 by 20. Okay. Evaluate double integral y square x dA over the region r is equal to -3 less than or equal to x less than or equal to 2, 0 less than or equal to y less than or equal to 1. നമുക്ക് എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ഡബിൾ ഇന്റഗ്രൽ ഓഫ് y സ്ക്വയർ എക്സ് ഡി ആണ്. ഡി നെ എനിക്ക് എന്തെന്ന് എഴുതാം, dy dx എന്ന് എഴുതാം. y ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെ നോട്ട് ചെയ്ത് വരിക 0 to 1 ആണെന്ന് തന്നിട്ടുണ്ട്. x ചേഞ്ച് ചെയ്യേണ്ടത് ഏത് വരിക -3 to 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -3 to 2. ആദ്യം y നെയാണ് നമ്മൾ ചെയ്യണം. അപ്പൊ x ഇവിടെ നിർത്തി. y സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ y ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. അതിന് വാല്യൂ 0 to 1 dx. That is integral -3 to 2 x into എന്താവും 1 by 3 into dx.
1/3 കോൺസ്റ്റന്റ്. ഓക്കെ, എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത x² 2 എന്ന് കിട്ടും. -3 to 2 എന്ന് വന്നു. 1/3 ഇൻറ്റു എന്തെന്ന് വരും, 2² 2 മൈനസ് 3² 2 എന്ന് കിട്ടും. -3 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 3² തന്നെയാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു 4 - 9 എന്നല്ലേ വരിക. ദാറ്റ് ഈസ് -5/6 എന്ന് കിട്ടും. ഓക്കെ, evaluate triple integral z into dv where g is the wedge in the first octant cut off from the cylindrical solid y² plus z² is less than or equal to 1 and the plane y is equal to x and x equal to 0. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് സെഡ് ഡി വി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റീജിയൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ സിലിണ്ടറിക്കൽ സോളിഡിന്റെ ഫസ്റ്റ് ഒക്ടന്റ് കട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് അതിന്റെ പ്ലെയിൻസ് പറഞ്ഞിട്ടുണ്ട്, y = x അതുപോലെ x = 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് y² plus z² is less than or equal to 1 ആണ് തന്നിട്ടുണ്ട്. y = x അതുപോലെ x = 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് സെഡിനെ 0 കൊടുത്തു എന്ന് വിചാരിക്കുക. z is equal to 0 എന്താവും, y² is less than or equal to 1 എന്ന് കിട്ടും. അപ്പൊ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, less than or equal to 1. റൂട്ട് എടുക്കുമ്പോ y is less than or equal to 1 എഴുതാം അല്ലേ. ഇനി z², ഇതിന്ന് z²ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, z² is less than or equal to 1 minus y² എന്ന് എഴുതാം. അപ്പൊ എന്താണ്, z is less than or equal to √1 minus y² എന്ന് എഴുതാം. അപ്പൊ സെഡിന്റെ ലിമിറ്റ് കിട്ടിയില്ലേ, z എന്താണ് 0 മുതൽ √1 minus y² വരെയാണ്. ഓക്കെ, ഇനി y-യുടെ വാല്യൂ എന്താണ്, y is less than 1 എന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ y = x എന്ന് പറഞ്ഞിട്ടുള്ളതും ഉണ്ട്. അപ്പൊ നമുക്ക് ആ ലിമിറ്റ് എവിടെ നിന്ന് ഏത് വരെയാണ് ഉള്ളതെന്ന് നോക്കണം അല്ലെ. അതുപോലെ തന്നെ എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണ്ടേ. ഞാൻ ആദ്യം ഗ്രാഫ് വരയ്ക്കാണ്. അപ്പോ നമുക്ക് ഇതിന്റെ എക്സ് ആക്സിസ് ആണ്. അപ്പൊ y = 1 എന്ന് വെച്ചാൽ ഇവിടെയാണ്. ഓക്കെ, y = 1 എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ ഞാൻ വരച്ചു. ഇനി y = x എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ ഇതാണ്. അപ്പൊ നമ്മളുടെ റീജിയൻ ഇതാണ് വരുന്നത്, =1 to y = x എന്ന് പറയുന്നത്. അപ്പൊ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതായിരിക്കും, കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്താ, x1 ആകുമ്പോഴല്ലേ. ലെഫ്റ്റ് സൈഡ് നോക്ക് ഈക്വൽ ആണ്, അപ്പൊ റൈറ്റ് സൈഡ് ഈക്വൽ ആവും. അതായത് x = 1 y x സെയിം ആയതുകൊണ്ട് എന്താണ് 1 1 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. ഇവിടെ x ചേഞ്ച് ചെയ്യുന്നത് ഏത് തൊട്ട് ഏത് വരെയാണ്, 0 to 1 വരെയാണ്. y ചേഞ്ച് ചെയ്യണതോ x മുതൽ 1 വരെയല്ലേ y ചേഞ്ച് ചെയ്യണത്. x ചേഞ്ചസ് ഫ്രം 0 to 1 ഉം y ചേഞ്ച് ചെയ്യുന്നത് എന്താണ്, x തൊട്ടിട്ട് 1 വരെയാണ് വരുന്നത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് z dz is equal to integral 0 to 1 integral x to 1 integral 0 to √1 minus y² z dz dy dx. Okay, that is equal to integral 0 to 1 integral x to 1 z-നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് z²/2 എന്ന് കിട്ടും. അതിന് ലിമിറ്റ് കൊടുക്കുക 0 to √1 minus y² dy dx. That is equal to integral of 0 to 1 integral of x to 1. വാല്യൂ കൊടുത്ത് നോക്കിയേ, ആ റൂട്ട് പോവില്ലേ, 1 minus y²/2 into dy dx. ഓക്കെ, 1 minus അല്ല 1/2 കോൺസ്റ്റന്റ് അല്ല, അതിനെ പുറത്തിട്ടു. ഇന്റഗ്രൽ 0 to 1. ഇനി 1 minus y² dy അതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് y minus y³/3 എന്ന് കിട്ടും അല്ലേ. അതിനെന്ത് ചെയ്യണം, x to
1 എന്നുള്ള ലിമിറ്റ് കൊടുക്കുക dx. That is equal to 1/2 into integral 0 to 1. Yക്ക് 1 കൊടുക്കുക 1 minus 1/3 എന്ന് കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് എന്താ വന്നിട്ടുള്ളത് x അല്ലേ, അപ്പൊ x മൈനസ് x³ 3 dx. That is equal to 1/2 integral 0 to 1. 1 minus 1/3 എന്ന് വെച്ചാൽ 2/3 minus x plus x³ 3 dx. That is equal to 1/2 into അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത 2/3 into 2/3 ഇന്റഗ്രേറ്റ് ചെയ്ത 2/3 into x മൈനസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത x²/2 പ്ലസ് x³ ഇന്റഗ്രേറ്റ് ചെയ്ത x⁴/4 ഓൾറെഡി ഉള്ള 3 അതവിടെ എഴുതി 0 to 1 കൊടുക്കുക. Okay, that is equal to 1/2 into 2/3 minus 1/2 പിന്നെന്താ വരുന്നത് 1/12 plus 1/12. That is equal to 1/2 into okay 2 into 4 8 minus 6 plus 1 divided by 12. That is equal to 1/2 into 3/12. That is 3/24 which is equal to 1/8. Okay.